അല്ലടാ സുഖേ, നീ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ അല്ലേ ഉള്ളൂ. നീ എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? എടാ അത് ഞാൻ നാട്ടിൽ വരെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചാ. ഞാൻ കാലഞ്ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് നാട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ട് വരാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാ. നാട്ടിലോട്ടോ? നാട്ടിൽ എന്താണ് ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? നീ ഇതറിഞ്ഞില്ലേ? എടാ നമ്മള് ചത്ത് കഴിഞ്ഞിട്ടായാലും നമ്മൾ നേരിട്ട് എന്ന് പറയണം നമ്മൾ പെൻഷൻ വാങ്ങിക്കുന്നില്ല എന്നുള്ളത്. എൻ്റെ പിള്ളേർ എന്നെ നോക്കുക പോലും ചെയ്യത്തില്ലായിരുന്നു. ഇനി അവർ ആ പെൻഷൻ അടിച്ചു മാറ്റി തിന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ ചെന്ന് പറഞ്ഞാലേ ആ സാധനത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാകത്തുള്ളൂ. ഓടിച്ചെന്ന് കയറി കൊടുക്ക്. ഞാൻ ഇന്നലെ ചെന്ന് ആ കാലം ചേട്ടനോട് ചോദിച്ചാ, ചേട്ടാ ഞാനും ഇതുപോലെ പെൻഷന്റെ കാര്യത്തൊന്നും ചെന്ന് പറയാണ്ടാ പോകുന്നത്, ഞാനൊന്ന് നാട്ടിൽ വരെ പോയിട്ട് വരട്ടെന്ന്. പുള്ളി ഉടനെ എടുത്ത വയൽ എന്നോട് പറയാ, നീ ദുബൈയിൽ വിസിറ്റിംഗ് വിസയ്ക്ക് കറങ്ങാൻ വേണ്ടി വന്നതല്ല, നീ ചത്ത് മലച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന്. കാലം ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള കുറെ മൊണ്ണകൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ വന്നതാണ്, അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു ചെല്ലാന്നുള്ള രീതിയിൽ അവരൊക്കെ സംസാരിക്കുന്നത്. എന്നാ ചെയ്യാനാ? എന്തായാലും ഇനി ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്ന ആളുകളെങ്കിലും ഈ പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തേച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ അല്ലേ? മരിച്ചുപോയവരുടെ വീട്ടിൽ പെൻഷൻ മേടിക്കണുണ്ടെങ്കിൽ അതാ മരിച്ചുപോയവർ വന്ന് അവിടെ അറിയിക്കണ്ടേ?